കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം S&P 0.1, ഡോ ജോൺസ് 0.06, നാസ്ഡാക്ക് 0.17% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഹോങ്കോങ് ഇൻഡെക്സ് 0.5% ഇടിഞ്ഞിട്ടുണ്ട്. കൊറിയൻ ഇൻഡെക്സും ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സ് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡെക്സ് 1.24% ഉയർന്ന് 23,190 ക്ലോസിംഗ് നൽകി. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറി 3,239 കോടിയുടെ ബൈയിങ് ആണ് FPIs നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 3,136 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് F&O സെഗ്മെൻറ്റിൽ നിന്നും ഔട്ട് പോകുന്ന സ്റ്റോക്കുകൾ എന്ന നിലയിൽ അപ്പോളോ ടയർ, ദീപക് നൈട്രേറ്റ്, എസ്കോട്ട് ക്യൂബോട്ട, MRF, രാംകോ സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. മണപ്പുറം ഫിനാൻസ് എന്ന കമ്പനിയെ US ബേസ്ഡ് കമ്പനിയായ ബെയിൻ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നുണ്ട്. മണപ്പുറം ഫിനാൻസിൻ്റെ കൺട്രോളിംഗ് സ്റ്റേക്ക് ഏകദേശം 18% സ്റ്റേക്കുകൾ 4,385 കോടി രൂപയ്ക്കാണ് ബെയിൻ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നടക്കുന്ന ഡെറിവേറ്റീവ് ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ബോഡി ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ ഫോക്കസ് ചെയ്യാം. JSW എനർജി എന്ന കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 800 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 80,000 നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ആയിരിക്കും കമ്പനി ഇഷ്യൂ ചെയ്യുക. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് വഴി 5,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. സൊമാറ്റോ എന്ന കമ്പനിയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് സൊമാറ്റോ എന്ന പേരിൽ നിന്നും എറ്റേണൽ ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറുന്നതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അപ്രൂവൽ നൽകി കഴിഞ്ഞു. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് 10 BLSS വാഗൺ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി GATX ഇന്ത്യയിൽ നിന്നും 192 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും 16 കോടി രൂപയുടെ ഓർഡറാണ് റെയിൽടെൽ കോർപ്പറേഷന് ലഭിച്ചിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന കമ്പനിക്ക് 125 കോടി രൂപയുടെ ഇൻകം ടാക്സ് പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. API പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ യൂണിക്കം ലബോറട്ടറീസ് എന്ന സ്റ്റോക്കിനെ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. TVS മോട്ടോർ 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ TVS മോട്ടോറിനെ ഫോക്കസ് ചെയ്യാം. പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന കമ്പനി അദാനി എനർജിക്ക് കൺസൾട്ടിംഗ് ഇനത്തിൽ 18.65 കോടി രൂപയുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. TCS എന്ന കമ്പനി കോർ ബാങ്കിംഗ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുംബർലാൻഡ് ബിൽഡിംഗ് സൊസൈറ്റിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. CIE ഓട്ടോമോട്ടീവ് എന്ന കമ്പനി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ഒരു സബ്സിഡറി കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് അതിൻ്റെ ഇന്തോനേഷ്യയിലെ പ്രവർത്തനങ്ങൾ ഡൈവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലോയിഡ്സ് മെറ്റൽ ആൻഡ് എനർജി എന്ന കമ്പനിക്ക് 1.2 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള വയർ റോഡ് പ്രോജക്റ്റും 4 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള പെല്ലറ്റ് പ്ലാന്റും ആരംഭിക്കുന്നതിന് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്നും എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോയിഡ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ആൾ കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ കാർഗോ അല്ലെങ്കിൽ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് വോളിയത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. 6,79,000 ക്യൂബിക് മീറ്ററിൽ നിന്നും 6,04,000 ക്യൂബിക് മീറ്ററിലേക്കാണ് കണ്ടെയ്നർ ലോഡ് വോളിയത്തിൽ ഇടിവ് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.